സുഹൃത്തുക്കളെ, എൻ്റെ നേരുകളിലേക്ക് മധു നായർ ഏവരെയും ക്ഷണിക്കുകയാണ്. എൻ്റെ നേരുകളുടെ ഫോർമാറ്റിലൊരു ചെറിയൊരു വ്യത്യാസം വരുത്താനാണ് എൻ്റെ ആഗ്രഹം. അതായത് ഒരു വിഷയത്തെക്കുറിച്ച് മാത്രം കുറേ നേരം സംസാരിക്കുന്നതിനേക്കാളും എൻ്റെ മനസ്സിലുള്ള പല വിഷയങ്ങളെക്കുറിച്ചൊരു ഓൺലൈനർ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്ന മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ലൈംഗിക പരാക്രമങ്ങൾ. എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ജാമ്യാപേക്ഷയിൽ കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ ശരിക്കും ഒരു കോൺസ്പിറസി ഉണ്ട്. അത് പുറത്തു കൊണ്ടുവരാനായിട്ടുള്ള ശ്രമം വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ കേസിൽ കഴമ്പില്ല എന്ന് കാണും. അതിനുശേഷം വീണ്ടും ഒരു പരാതി, ആ പരാതിക്കാരിയുടെ പേരില്ല, അഡ്രസ്സില്ല, ഒന്നുമില്ല, ഒരു ഇമെയിൽ മാത്രമുണ്ട്. അപ്പോൾ ഈ കാര്യമായിട്ട് ഒരു രാഷ്ട്രീയക്കാരനെ ഈ ഈ മേഖലയിൽ നിന്നും മാറ്റി നിർത്തുവാനായിട്ടുള്ള പ്രതിപക്ഷ കക്ഷികളുടെ ശ്രമം ഉണ്ടായെന്ന് ഞാനും വിശ്വസിക്കുന്നു. അതിൻ്റെ കൂടെ പറയാനുള്ളത്, ആക്ച്വലി ഈ ലൈംഗിക കാര്യത്തിലുള്ള കേരള ജനതയുടെ, എസ്പെഷ്യലി കേരള രാഷ്ട്രീയക്കാരുടെ ഹിപ്പോക്രസിയാണ്. ഈ പാവം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ എന്നുള്ളത് ശരിയായിരുന്നെങ്കിൽ വസ്തുതകൾ ഇത്രത്തോളം എന്താ പറയുക, ഒരു അപഹാസ്യ നിലയിലേക്ക് എത്തില്ലായിരുന്നു. രാഷ്ട്രീയത്തിൽ ധാർമ്മികത വേണം, പക്ഷേ ഇവിടെ ധാർമ്മികത എന്ന് പറഞ്ഞാൽ ഉടനെ അത് ലൈംഗികത ആയിട്ടാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ലൈംഗിക ആരോപണം ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് കാര്യമായിട്ടുള്ള ക്ഷതം പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം പൊതുജനം അത് ശ്രദ്ധിക്കുന്നില്ല. അവർ പണ്ട് കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട് പി ടി ചാക്കയുടെ അനുഭവം. ആ കേസ് പെട്ട് അദ്ദേഹം അകാല ചരമം പ്രാപിച്ചില്ലായിരുന്നെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ ആകുമായിരുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. അയാളുടെ പക്ഷത്തൊന്നും തെറ്റൊന്നും ഇല്ല എന്നുള്ളതല്ല പറയുന്നത്. ഞരമ്പ് രോഗവും രാഷ്ട്രീയവും ഒരുമിച്ച് പോവുകയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നൊരു കാര്യം, ഈ ശബരിമലയുടെ കാര്യങ്ങളിപ്പോൾ കാര്യമായിട്ട് തീർത്ഥാടനം സ്മൂത്തായിരിക്കുന്നു എന്നൊക്കെ കേൾക്കുന്നു. പക്ഷേ ഒരു കാര്യം ശ്രദ്ധയുണ്ട്, ശബരിമലയുടെ വരുമാനം ഇങ്ങനെ വിളിച്ചു പോകുന്നത് എന്തിനാണ്? ആക്ച്വലി ദേവസ്വം ബോർഡാണോ അത് ചെയ്തതെന്ന് എനിക്കറിയില്ല. അത് ബാക്കിയുള്ള ഇപ്പം ഭീമാപള്ളിയുടെ അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് ക്രൈസ്തവ ദേവാലയങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ ഉത്സവങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള, ഈവൻ ഗുരുവായൂർ ഐ ഡോണ്ട് തിങ്ക് സോ, ഇത് ഇങ്ങനെ വിളിച്ചറിയിച്ചിട്ടേ അവസാനം ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് തന്നെ ഒരു ബാലൻസ് ഷീറ്റൊക്കെ ഉണ്ടാകും. പക്ഷേ ഇതൊരു പ്രവണത, ഇതിൻ്റെ പിന്നിൽ ദുരുദ്ദേശം ഉണ്ടോ എന്നുള്ളത്. കാരണം മോഷണം കലയാക്കി മാറ്റിയ ഒരു വർഗം കഴിഞ്ഞ എത്രയോ കാലം ശബരിമലയിൽ ഭരണത്തിലുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയല്ലേ ഇത്. ഈ പ്രവണത അവസാനിപ്പിക്കണമെന്നാണ് എൻ്റെ ദയനീയമായ എന്താ പറയുക ഒരപേക്ഷ. പിന്നെ ഇപ്പോൾ ഭയങ്കരമായിട്ട് നാഷണൽ ലെവലിൽ ഒരു ആപ്പ്, അതായത് നമ്മുടെ സ്മാർട്ട് ഫോണുകളിലെല്ലാം നമ്മളെ നിരീക്ഷിക്കുവാൻ വേണ്ടി ഒരു ആപ്പുണ്ടാക്കി, അത് മാനുഫാക്ചറേഴ്സ് തന്നെ അത് ഇൻസ്റ്റാൾ ചെയ്ത് വിൽക്കാവൂ എന്നൊക്കെ പറഞ്ഞ്, ഇതൊക്കെ ഏതൊരു വിധത്തിലുള്ള എന്താ പറയുക, ഒരു ബൗദ്ധിക ഇൻപുട്ടില്ലാതെ ഓരോന്ന് ചെയ്തു വയ്ക്കുകയും അവസാനം അതിനകത്തുള്ള ഭവിഷ്യത്തുകൾ മനസ്സിലാക്കി അവർ തന്നെ അത് വിഡ്രോ ചെയ്തിരിക്കുന്നു. ഈ പ്രവണത അവസാനിപ്പിച്ചേ തീരുള്ളൂ. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ ധനമന്ത്രി പെട്ടെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു പുകയിലയുടെയും പിന്നെ പാൻ പരാഗിൻ്റെയൊക്കെ കാര്യത്തിലൊരു ഭയങ്കര സെസ് ഏർപ്പെടുത്തി ധനമാർഗം. ഇവർക്ക് വേറെ ഒരു ഐറ്റവും കിട്ടിയില്ല. ഈ പുകയിലയും പാൻ പരാഗും കോടികൾ ദരിദ്ര നാരായണന്മാർക്ക് ഉള്ള ആകെയുള്ള ഒരു ആശ്വാസമാണ്. അതിൽ കഴിക്കണമെന്നല്ല പറയുന്നത്, പക്ഷേ അതിനെ തന്നെ അറ്റാക്ക് ചെയ്ത് ഇത് എന്തോന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. പുകയില ഭൂലോകത്ത് ഒരിടത്തും ബാൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. കാരണം സിഗരറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇവിടെയും അത് ഓർക്കില്ല. പക്ഷേ കേരളത്തിൽ ഒരു കാര്യം ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് പുകയില ഭക്ഷണ സാധനമാണെന്ന് പറഞ്ഞ് എന്തോ കാറ്റഗറിപ്പെടുത്തിയിട്ട് ഇവിടെയുള്ള പാൻ പരാഗുകാരെ എല്ലാം വരട്ടി പോലീസ് ഒരു പരിവാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ
ഇത് ഈ ഈ ഈ പ്രവണതയുണ്ടല്ലോ, ആക്ച്വലി ധനമാർഗം അന്വേഷിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് ഈ പഞ്ചപാവപ്പെട്ടവരുടെ കീശയിൽ തന്നെ ചെന്നുകൊള്ളുന്ന വിധത്തിൽ ഉള്ള പ്രവണത അവസാനിപ്പിച്ചേ തീരുള്ളൂ. പിന്നെ എന്നെ മതിക്കുന്നൊരു കാര്യം രൂപയുടെ മൂല്യമാണ്. ഭയങ്കര വലിയ വാർത്തയായിരുന്നു. റെക്കോർഡ് സൃഷ്ടിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച 8.9 ഒക്കെ അടുക്കുന്നു. അത് ഒരു ലോക റെക്കോർഡാണ്. സാമ്പത്തിക ഭദ്രത വളരെയധികം ഈ പറയുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടും നടന്നിരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മുടെ രൂപ മാത്രം എന്താണ് ഇങ്ങനെ താഴ്ന്നു പോകുന്നത്? ഇതിലൊരു ഡീപ് സ്റ്റേറ്റ് ഇൻട്രസ്റ്റ് ഇല്ലേ എന്നെനിക്ക് സംശയമുണ്ട്. ഒന്നാമത് ആക്ച്വലി ഏറ്റവും നല്ല ചെയ്യേണ്ടത് ടോട്ടലി അത് കൺവേർട്ടബിൾ ആക്കുക എന്നുള്ളതാണ്. അതൊന്നും തുനിയാതെ നമ്മുടെ എക്കണോമി ഭയങ്കരമായിട്ട് ബലവത്തായിരിക്കുന്നിട്ടും ബലവത്താണെന്ന് രേഖകൾ അതിൻ്റെ കണക്കുകളൊക്കെ വന്നിട്ടും ഈ രൂപ ഇങ്ങനെ കുത്തനെ താഴ്ന്നു പോകുന്നതിലല്ല ഒരു എന്താ പറയുക അവിശ്വസനീയമായ എന്തോ ഒക്കെ നടക്കുന്നു. അതിൻ്റെ പിന്നിൽ വൻകിട മുതലാളിമാരുടെ കളികളുണ്ടോ, സർക്കാരിനെ എന്താ പറയണ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ശക്തികളുണ്ടോ? അതൊന്ന് അവസാനിച്ചിട്ട് ഈ ഡോളർ എന്നൊക്കെ പറയുന്ന പോലെയുള്ള കറൻസി പോലെ നമ്മുടെ രൂപയ്ക്കും ആഗോളപരമായിട്ടൊരു മാന്യത ഉണ്ടാകും. അത് ആ തരത്തിൽ നീങ്ങുക. അതിന് ബദലായിട്ട് ഇങ്ങനെ ദിവസം തോറും രൂപ ഇങ്ങനെ ഡോളറിന് ഇപ്പോൾ 90 ചില്ലാൻ രൂപയായി. ഇതിപ്പം മിക്കവാറും പോകണമെങ്കിൽ 100 രൂപ വരെയാണ്. ഇതിൻ്റെ പുറകിലുള്ള എക്കണോമിക്സ് സത്യത്തിൽ ഞാൻ പലതൊക്കെ വായിച്ചു നോക്കിയിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ഒരു കാര്യം, ഇപ്പോൾ ഇവിടെ പേരുമാറ്റങ്ങളുടെ കാര്യമാണ്. ഗവർണറുടെ വസതി രാജ്ഭവൻ, ലോക് ഭവൻ. ഈ രാജെന്ന് പറയുന്നത് സാഹിബിൻ്റെ പര്യായമൊന്നും അല്ലല്ലോ. അത് ഇന്ത്യൻ ഭാരതീയ സംഹിതയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കല്ലേ അത് മാറ്റി എന്ത് ആണ് പ്രൂവ് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായില്ല. പേര് മാറ്റണമെന്നുണ്ടെങ്കിൽ ആദ്യം പേര് മാറ്റേണ്ടത് ഈ തലസ്ഥാന നഗരിയുടെ പേരാണ്. പലതവണ പലയിടത്തും എഴുതുകയും ചെയ്തു. തിരുവനന്തപുരം. ഇത് കമ്പ്യൂട്ടർ യുഗത്തിൽ ഇതൊരു വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട്. പിന്നെ തിരുവെന്ന് പറയുന്നത് ആക്ച്വലി മലയാളം വാക്ക് പോലുമല്ല, അതൊരു തമിഴ് വാക്കാണ്. അതിന് അനന്തപുരി എന്നോ അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഏറ്റവും ഫേവറേറ്റ് ശ്രീനഗർ തൊട്ട് ശ്രീപുരം വരെ അങ്ങനെ എന്തെങ്കിലും ഒരു പേര് മാറ്റം ഈ നഗരത്തിലുണ്ടായാൽ എത്രയോ നന്നായിരിക്കുമായിരുന്നു. പിന്നെ വേറൊരു കാര്യം, ഈ പറയുന്ന ക്രിമിനൽ കേസുകളൊക്കെ വരുമ്പോൾ അതിജീവിതയുടെ ഐഡൻറ്റിറ്റി ഭയങ്കര ഗോപ്യമായിട്ട് സൂക്ഷിക്കണം. ഇത് ക്രിമിനൽ സംഹിതയിലൊക്കെ ഉള്ളൊരു കാര്യമായിരിക്കും. അതിൻ്റെ യുക്തി മനസ്സിലാവുന്നില്ല. അതിജീവിതയ്ക്ക് മാത്രം എന്താണ് ഒരു മഹത്വരം? അത് പുരുഷനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാകില്ലേ? അപ്പോൾ എന്നിട്ട് അത് വളരെ ഗോപ്യമായിട്ട് വയ്ക്കുകയും അത് ലീക്ക് ഔട്ട് ചെയ്തതിൻ്റെ പേരിൽ ക്രിമിനൽ കേസെടുത്ത് അതുമായിട്ട് ബന്ധമുണ്ടെന്നുള്ളവരെ ജയിലടയ്ക്കുകയൊക്കെ ചെയ്തു. ഈ പ്രവണതയും അത്ര ശരിയല്ല. ഒരു എന്താ പറയുക, ഒരു പുരുഷ വിഭാഗത്തിന് തീർച്ചയായിട്ടും എന്താ പറയണ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാക്കിയ അവസ്ഥയാണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പിന്നെ എനിക്ക് തോന്നിയത് ഇപ്പം പാർലമെൻറ്റ് സെഷൻ തുടങ്ങിയിരിക്കുന്നു. പാർലമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ചന്തയാക്കി ഈ പ്രതിപക്ഷം കുറേ കാലാകാലങ്ങളായിട്ട് ഇത് എനിക്ക് തോന്നുന്നില്ല വേറെ ഒരു രാജ്യത്തും ഇങ്ങനെ നടക്കുന്നു. നമ്മൾ ഭയങ്കര വലിയ ജനാധിപത്യ രാഷ്ട്രമൊക്കെ തന്നെ, പക്ഷേ പാർലമെൻറ്റിൽ ഒരു സെഷൻ നടത്താനായിട്ട് നിവൃത്തിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭരണകക്ഷിയെയും പ്രതിപക്ഷത്തെയും എല്ലാം ഞാൻ നിശ്ചിതമായി തന്നെ വിമർശിക്കുകയാണ്. അതിനൊരു ഒരു ചുറ്റുവട്ടങ്ങൾ ഉണ്ടാക്കിയേ തീരുള്ളൂ. അല്ലാതെ നമ്മൾ ഈ പറയുന്ന ലക്ഷങ്ങൾ മുടക്കിയാണ് ഒരു ദിവസത്തെ പാർലമെൻറ്റ് സെഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനകത്ത് ഓപ്പോസിഷൻ എതിർക്കുന്നു, അത് കഴിഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കുന്നു, അത് കഴിഞ്ഞിട്ട് ഒരു പോക്കുണ്ട്, വാക്കൗട്ട്. എന്താണ് ഈ വാക്കൗട്ടുള്ള അർത്ഥം? അവർ വാക്കൗട്ട് ചെയ്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് വന്ന് തിരിച്ചിരിക്കുന്നു. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ആഴ്ചവട്ടത്തിൽ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ എന്താ പറയുക, നിങ്ങളെ സ്വീകാര്യത എത്ര ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.